കൊച്ചിയിലെ മെഗാ ഗിന്നസ് നൃത്ത തട്ടിപ്പിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം വ്യാപകമായ പണപ്പിരിവും നടന്നു. ന്യൂസ് 18 പുറത്തുവിടുന്ന ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷമായി പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങളാൽ നൃത്തത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ആൾക്കാർക്ക് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമ പോരാട്ടത്തിന് പോകൂ എന്നായിരുന്നു മറുപടി. വ്യക്തിപരമായി ഞങ്ങൾ ആരും പണം വാങ്ങിയിട്ടില്ല, കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്, അത് നിയമപരിരക്ഷയുണ്ട് എന്നും വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി പണം വാങ്ങാം എന്നുമാണ് ഈ പാവപ്പെട്ട നൃത്ത അധ്യാപകരോട് ഇവർ പറഞ്ഞു വെച്ചത്. നിരവധി കുട്ടികളെ ഇങ്ങനെ വലിയൊരു സംഭവത്തിന്റെ ഭാഗമാക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച അധ്യാപികമാരിൽ പലർക്കും വലിയ തട്ടിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായ കാര്യം MLA ആരോഗ്യനില സംബന്ധിച്ചാണ് മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ പണം തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിയമപരമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കമ്പനിയും മൃദംഗാവിഷ്ണൻ എന്ന കമ്പനിയും അതുമായി ബന്ധപ്പെട്ട ഒരാളും. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്താധ്യാപികയായ മയൂര സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ശ്രീമതി സുരഭി M. നായർ ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ്. ഷമീർ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരഭി ഈ ഓഫീസിനെ സമീപിക്കുകയും മൃദംഗാവിഷ്ണിൽ പരാതിപ്പെടുകയും ചെയ്തപ്പോൾ ഷമീർ CEO എന്ന് പരിചയപ്പെടുത്തിയ ആൾ സംസാരിച്ചു സുരഭിയോട്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സംഭവിച്ച ഒരു നൃത്ത പരിപാടിയാണല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. അതിലെ വേദിയിൽ ആ പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLA പരിക്കേറ്റ സംഭവം വലിയ രീതിയിൽ വിവാദമാവുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് പോലും പുറത്തു വന്നത്. അതിനു മുൻപോ ഈ ഒരു വേദിയിലെ നൃത്ത പരിപാടി അല്ലാതെ ഈ ഒരു ഉമാ തോമസിന്റെ വീഴ്ചയുടെ ആ ഒരു ക്ലിപ്പ് ഒന്നും പുറത്തു വിട്ടിരുന്നില്ല. വേദിയിൽ നിന്ന് ആരുമാണ് ഈ ഒരു വീഡിയോ എടുത്ത് പകർത്തിയതും അതിനെ സമൂഹ മാധ്യമത്തിലെ ഇങ്ങനെ പ്രചരിപ്പിച്ചത്. എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി തന്നെ ഈ ഒരു മൃദംഗാവിഷ്ണനും അതുപോലെ ഈ ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു സംഘാടകർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഇതുവരെയും വിചാരിച്ചിരുന്നത് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിന്റെ അറേഞ്ച്മെന്റ്സിലായിരുന്നു അപാകതകൾ എന്നായിരുന്നു. രക്ഷിതാക്കളിൽ നിന്ന് ആവശ്യമില്ലാത്ത പണപ്പിരിവ് നടത്തി എന്നുള്ള കാര്യമെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനേക്കാളും വലിയൊരു വൻ കൊള്ള തന്നെയാണ് ഇതിന്റെ പിറകിൽ നടന്നിരിക്കുന്നു എന്ന് ഒരു വ്യക്തമാക്കുന്ന അതായത് ഈ ഒരു മൃദംഗാവിഷ്ണന്റെ CEO ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റൊരു നൃത്ത അധ്യാപികയാണ് ഇത് പങ്കുവച്ചത്. എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ അതെ, ഞാൻ മൃദംഗാവിഷ്ണന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട്. എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെന്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പോൾ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെസ്സേജസിനൊന്നും. അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചീറ്റിയതാണൊക്കെ. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല, അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് തന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മറ്റു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, ആക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്, അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷ്ണനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മൃദംഗാവിഷ്ണനാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്ന മൃദംഗാവിഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലില് ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത്, അല്ലെ?
കമ്പനി അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ രണ്ട് വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്. എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എന്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും കമ്പനി ഡയറക്ടർ അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഇത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഇവിടെ സുരഭി എന്ന നൃത്ത അധ്യാപികയും അതുപോലെ തന്നെ ഷമീർ അബ്ദുൾ റഹീം എന്ന് പറയുന്ന സിഇഒയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുരഭി എം നായറിന് എന്താണ് പറയാനുണ്ടായിരുന്നത് നമുക്ക് കേട്ടോക്കാം. ന്യൂസ് 18 ചാനലിലാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ ഓഡിയോ കൂടി കേട്ടു നോക്കാം. സുരഭി എം നായർ എന്ന മയൂര സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപിക, അവർ ഈ തരത്തിൽ കുട്ടികളിൽ നിന്ന് അവരെ ഈ വലിയ പ്രധാനപ്പെട്ട ഇവന്റ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളെയും സംബന്ധിച്ച് പണം അടച്ചതാണ്. 32,000 രൂപ അടച്ചു. പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു കാഠിന്യവും ഈ പറഞ്ഞതുപോലെ കൂടുതൽ പണം വേണമെന്നുള്ള കാര്യങ്ങളും ഒക്കെ. തുടർന്ന് ഇവർ നിയമ നടപടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ സിഇഒ ആയ ഷമീർ ഇത്തരത്തിൽ സുരഭിയോട് സംസാരിക്കുന്നത്. സുരഭി എം നായർ ടെലിഫോൺ ലൈനുണ്ട്. സുരഭി, ഈ ഓഡിയോ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയായിരുന്നു. ഇത് വലിയൊരു തട്ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വ്യാപകമായി ഒരു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പണം ഇവർ സ്വീകരിച്ചിരുന്നുവെന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പണം തിരികെ നൽകില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നുമല്ലേ മനസ്സിലാക്കേണ്ടത്. സുരഭിയുടെ അനുഭവം എന്തായിരുന്നു? അതെ, ഇവര് ആക്ച്വലി മെയിൽ നടത്തുന്നു പറഞ്ഞിട്ട് ഫെബ്രുവരി ഒക്കെ ആയപ്പോ, ഫെബ്രുവരി തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോവും, ഐറ്റം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കുന്നത്. എന്നിട്ട് ഈ പരിപാടി നടക്കുന്നത് ഡിസംബറിലാണ്, അവർ മാറ്റി വെച്ചിട്ട്. അപ്പൊ ഈ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുള്ളായിരുന്നു. അപ്പൊ പരിചയമുള്ള ഒരു അധ്യാപിക പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വിശ്വാസം വെച്ചിട്ടാണ് ഇതിലോട്ട് വേഗം പൈസ അങ്ങ് അടച്ചത്. കുട്ടികളുടെ ആദ്യ ഗഡുവാണ് അടച്ചത്. പിന്നെയാണ് തിരിച്ച് ഉടനെ 2 ദിവസം തന്നെ മറ്റൊരു അധ്യാപിക പറഞ്ഞറിഞ്ഞു. എന്നോട് പറഞ്ഞത് ആദ്യം 2,900 അതിന്റെ കൂടെ ടാക്സ് ഉണ്ടെന്ന്. അത് ഞാൻ നെഗോഷ്യനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് അത് നിങ്ങൾക്ക് അറിയത്തില്ല ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഇനി വേറെ പൈസ നിങ്ങൾ വാങ്ങിക്കോ, എപ്പോഴും ഇങ്ങനെ പൈസ മാറ്റി പറയാൻ എനിക്ക് പാരന്റ്സിനോട് പറ്റത്തില്ല. അത് പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് ഇത് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഇതിന് താല്പര്യമില്ല, ഞാൻ ഇപ്പോൾ ഇന്നലല്ലേ പൈസ അടച്ചിട്ടുള്ളൂ, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് പിന്നെ അവർ എന്റെ കോളോ മെസ്സേജോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ എന്നെ ഇതിലോട്ട് ചേർത്ത് നൃത്താധ്യാപിക പോലും എന്നെ പരിചയമില്ലാത്ത കണക്ക് ഒരു ഭാവവും ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. അവസാനം ഇവർ 2ാമത്തെ ഗഡു അടയ്ക്കാനായി വീണ്ടും പ്രഷർ തരുമ്പോഴാണ് ഞാൻ ഇവരോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പറയല്ലേ പൈസ തിരിച്ചു തരുമെന്ന്, ഇതിനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ സിഇഒ എന്നെ വിളിക്കുന്നത്. ആ ഒരു വേർഡ് ലീഗലി മൂവ് എന്നൊരു ടേം കേട്ടപ്പോൾ ഉടനെയാണ് സിഇഒ വിളിച്ചത്. ആ സെക്കൻഡ് വിളിച്ചു. എന്നിട്ടാണ് ആ സംഭാഷണങ്ങൾ കേട്ടല്ലോ, ഒരു പൈസ പോലും തരത്തില്ല, അത് ഞങ്ങളുടെ റൂൾസിലുള്ളതാണ്, നിങ്ങൾ ഏത് കോടതി പോലും ഞങ്ങൾക്ക് വക്കീലുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഭീഷണിയുടെ സ്വരം മുഴക്കിയത്. അതാണ്. എന്നിട്ട് ഈ പിന്നീട് ഈ പറഞ്ഞ ഈ ഡയറക്ടർ നമ്മൾ സംസാരിച്ചത് ഇയാൾ പറയുന്നത് സിഇഒ ആണ് എന്നുള്ളതാണ്. മറ്റ് അതോടുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലേ? നിങ്ങളെ ഉൾപ്പെടുത്തതുമില്ല, നിങ്ങൾ പങ്കെടുത്തതുമില്ല, പണവും കിട്ടിയില്ല. ഇല്ല, പണവും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സാരി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഏതാണ്ട് 3,500 പകുതി എന്ന് പറയും കൂടുതൽ ഞങ്ങൾ അടച്ചല്ലോ, 1,900 രൂപ അടച്ചല്ലോ. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടികളെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? കുട്ടികളിൽ നിന്ന് വാങ്ങിയ പണമായിരുന്നു. അവരൊക്കെ താങ്കൾ പറയുന്നുണ്ട് സാധാരണക്കാരായ കുട്ടികളാണ്, അവർക്ക് ഈ കാര്യങ്ങൾ പങ്കെടുക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ അവർ ഈ പണം മുടക്കിയത്. അതെ, ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് പാരന്റ്സിന് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് വാസ്തവമായ സത്യസന്ധമായ ഒരു ഇതായിരിക്കും, പരിപാടി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് എനിക്ക് ചെറുതിലെ തൊട്ടേ പരിചയമുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒരു നൃത്താധ്യാപിക തന്നെയാണ്. അപ്പൊ അവരോടത്തുള്ള ട്രസ്റ്റും കൂടി വെച്ചിട്ട് ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പാരന്റ്സിനോട് ഗ്രൂപ്പിലിട്ടോ, താല്പര്യമുള്ളവർക്ക് കയറാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ യുവജനോത്സവത്തിലും ഒന്നും പങ്കെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും അവർക്ക് ലൈഫിൽ കിട്ടുമെങ്കിൽ നല്ലതല്ലേ എന്ന് പാരന്റ്സും കരുതി കാണും. അങ്ങനെയാണ് അവർ ഇതിലോട്ട് ഇറങ്ങുന്നത്. ചുരുക്കം പറഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയില്ല, മുടക്കി കാശും തിരിച്ചു കിട്ടിയില്ല. ഇല്ല, അഡ്വാൻസ് തുക തിരിച്ചു തരത്തില്ലെന്ന് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ അവസാനം ആരോടെ സംസാരിച്ചത്? ഞാൻ ഈ ലാസ്റ്റ് സംസാരിച്ച ഫോൺ സംഭാഷണമായിരിക്കും സിഇഒ ഷമീറുമായിട്ട്. അതെന്നായിരുന്നു? അത് ഡിസംബർ 24-ാം തീയതി. അതിനുശേഷം ഇവരുടെ റെസ്പോൺസുകളൊന്നുമില്ല? ഇല്ല, പിന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗിന്നസ് റെക്കോർഡ് എന്ന് കേൾക്കുമ്പം വലിയ രീതിയിലുള്ള ആളുകൾ, അത് ശരിക്കും ഗിന്നസ് റെക്കോർഡ് ആരാണ് മോഹിക്കാത്തത് അല്ലേ? അത് വലിയൊരു പദവി അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോരുത്തരും ആ ഒരു പദവിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ഇങ്ങനെ ഉത്സാഹരായിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഗിന്നസ് റെക്കോർഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകരിക്കുമോ
എന്നുള്ള കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നടനായ ഗിന്നസ് പക്രു എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതായത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റെക്കോർഡ് നേടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും തന്നെ ഗിന്നസ് റെക്കോർഡിന് ശ്രമിക്കരുത്. സർട്ടിഫിക്കറ്റ് ആണ്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ ഒരു ക്രെഡിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഗുണം അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. പണപ്പിരിവുകൾ നടത്തി അത് അങ്ങനെ വന്ന് റെക്കോർഡ് നേടിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സമീപിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മള് ജീവൻ പണയം വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അറ്റംപ്റ്റിന് പോകരുത്. MLA മാഡത്തിന്റെ ആ ഒരു വീഴ്ചയിൽ നിർഭാഗ്യകരമാണ്. എന്തായാലും ഈ ഒരു നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ ഉമാ തോമസിന് പരിക്കേറ്റ ഈ ഒരു സംഭവത്തിലെ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ ഉടമയായ M. നികോഷ് കുമാർ അറസ്റ്റിലായെന്നുള്ള വാർത്തയാണ് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്. 7.5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഈ ഒരു അറസ്റ്റ് വന്നിരിക്കുന്നത്. സംഘാടകരായ മൃദംഗ വിഷൻ ഓസ്കാർ ഇവന്റ്സ് ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നികോഷ് കുമാർ കീഴടങ്ങുകയായിരുന്നത്. മൃദംഗ വിഷൻ MD M. നികോഷ് കുമാർ, CEO ഷമീർ, പൂർണിമ, അതുപോലെ നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവർക്കെതിരെയാണ് പോലീസ് വിശ്വാസവഞ്ചന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. അതേസമയം കേസിലെ ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെയും മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കുകയാണ്. മരണം വരെ സംഭവിക്കാവുന്ന ഒരു വീഴ്ച വരുത്തിയതിനെയാണ് മൃദംഗ വിഷൻ CEO ആയ ഷമീറും അതുപോലെ പന്തൽ നിർമ്മാണ ജോലികൾ ചെയ്ത മുളന്തുരുത്തി സ്വദേശി ബെന്നി, പിന്നെ ഏകോപനം നടത്തിയ കൃഷ്ണകുമാർ എന്നിവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയതും. നേരത്തെ തന്നെ ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി സ്റ്റേഷന് ജാമ്യത്തിൽ വിട്ടിരുന്നു.